الحمدلله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهدي الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون اللهم رب اشرح لي صدري ويسر لي أمري واحلل عقدة من لساني يفقهوا قولي يا أيها الناس أوصيكم إياي أولا بتقوى الله ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമകളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുവിൻ്റെ അപാരമായ തൗഫീഖിനാൽ മുഅ്മിനീങ്ങളെ സംബന്ധിച്ചിടത്തോളം പുണ്യങ്ങൾ വാരിക്കൂട്ടാൻ ഏറെ ഉപകരിക്കുന്ന ദിനങ്ങളിലൂടെയാണ് പ്രിയപ്പെട്ടവരെ നാം സഞ്ചരിച്ചു കൊണ്ടിരിക്കുന്നത്. നമ്മുടെ മുൻഗാമികൾ ഈ പുണ്യത്തിൻ്റെ പൂക്കാലം അവരിലേക്ക് കടന്നു വരാനും അതുപോലെ ലഭിച്ച ദിവസങ്ങളിൽ നിർവഹിച്ച കർമ്മങ്ങൾ പടച്ച റബ്ബ് സ്വീകരിക്കാനും വേണ്ടി ആത്മാർത്ഥമായ പ്രാർത്ഥന അവരുടെ പക്കൽ നിന്നുണ്ടായിരുന്നു. അവർക്ക് കർമ്മം ചെയ്യുന്നതിനേക്കാൾ അവരെല്ലാവരും ഭയപ്പെട്ടത് ഞാൻ നിർവഹിച്ച കർമ്മം പടച്ച റബ്ബ് സ്വീകരിക്കുമോ എന്ന വിഷയത്തിലാണ്. ഇന്നമാ യതഖബ്ബലുല്ലാഹു മിനൽ മുത്തഖീൻ, മുത്തഖികളിൽ നിന്ന് മാത്രമാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല കർമ്മം സ്വീകരിക്കുക എന്ന ഉത്തമ ബോധ്യമുള്ളവരാണ്, അത്തരം ചിന്തകളുള്ളവരാണ്, അത്തരം വിഷയങ്ങൾ പഠിച്ചവരാണ് പ്രിയപ്പെട്ടവരെ നാം എല്ലാവരും. അതുകൊണ്ട് തന്നെ ആത്മാർത്ഥമായ പ്രാർത്ഥന നമ്മുടെ പക്കൽ നിന്നുണ്ടാകണം. നമ്മുടെ റമളാനുകൾ, നമ്മുടെ നോമ്പുകൾ, നമ്മുടെ ഖിയാമുൽ ലൈലുകൾ, നമ്മുടെ സദഖകൾ, നമ്മുടെ മറ്റു സാലിഹത്തായിട്ടുള്ള മുഴുവൻ പ്രവർത്തനങ്ങളും റഹ്മാനായ റബ്ബ് സ്വീകരിക്കുന്നതിനു വേണ്ടി പലപ്പോഴും പ്രിയപ്പെട്ടവരെ എല്ലാ രംഗത്തും
വിശുദ്ധി പാലിച്ച് ജീവിക്കേണ്ടവരാണ് മുഅ്മിനീങ്ങൾ എന്നുള്ളത്. അത് ശാരീരിക രംഗത്താകട്ടെ, ലൈംഗികപരമായിട്ടുള്ള മേഖലകളിലാകട്ടെ, സാമ്പത്തികപരമായിട്ടുള്ള മേഖലകളിലാകട്ടെ, എല്ലാ രംഗത്തും വിശുദ്ധി പാലിച്ച് ജീവിക്കേണ്ടവനാണ് മുഅ്മിനായിട്ടുള്ളവൻ. അതിലേറെ പ്രധാനപ്പെട്ട വിഷയമാണ് സാമ്പത്തിക വിശുദ്ധി എന്നുള്ളത്. നാളെ പ്രാർത്ഥനയ്ക്ക് പോലും ഉത്തരം ലഭിക്കാത്തവരുടെ വിഷയം റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയപ്പോൾ പ്രിയപ്പെട്ടവരെ നമ്മൾ മനസ്സിലാക്കിയതായത് അല്ലേ, അശ്ഗസ അഗ്ബറ യമുദ്ദു യദൈഹി ഇലസ്സമാഇ യാ റബ്ബി യാ റബ്ബി യാ റബ്ബി. ജട പിടിച്ചിട്ടുണ്ട്, ശരീരത്തിലെ പൊടിപടലങ്ങൾ പറ്റിപ്പിടിച്ചിട്ടുണ്ട്. ആ വ്യക്തി അല്ലാഹു സുബ്ഹാനഹു വ തആലയിലേക്ക് തൻ്റെ ഇരു കൈകളും ഉയർത്തിക്കൊണ്ട് പടച്ച റബ്ബേ എൻ്റെ ഇന്നാലിന്ന ആവശ്യങ്ങൾ നിറവേറ്റിത്തരണേ എന്ന പ്രാർത്ഥനയ്ക്ക് അള്ളാഹു ഉത്തരം നൽകൂല എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ. എന്തേ കാരണം? അദ്ദേഹത്തിൻ്റെ ഭക്ഷണം ഹറാമിൻ്റേതാ, അദ്ദേഹത്തിൻ്റെ വസ്ത്രം ഹറാമിൻ്റേതാ, അദ്ദേഹം കുടിക്കുന്ന പാനീയം ഹറാമിൻ്റെ പാനീയമാണേ. ഇതുകൊണ്ടാണ് അവന് ഉത്തരം ലഭിക്കാത്തത് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചു നൽകിയിട്ടുണ്ടെങ്കിൽ പ്രിയപ്പെട്ടവരെ, നാളെ സങ്കടപ്പെടുന്ന മനുഷ്യൻ വിലപിക്കുന്ന അവസ്ഥകളുണ്ടാകും. അവൻ്റെ കർമ്മങ്ങൾ അവന് പര്യാപ്തമാകാത്തതിനാൽ, അവൻ്റെ കർമ്മങ്ങൾ അവന് തികയാത്തതിൻ്റെ പേരിൽ. എന്നാൽ പലപ്പോഴും ദുനിയാവിൻ്റെ പിന്നാലെ, ആ ദുനിയാവിൻ്റെ സുഖലോലിപതകളും ദുനിയാവിൻ്റെ അനുഭൂതികളും ആനന്ദിക്കുവാനും രുചിക്കാനും വേണ്ടി മനുഷ്യൻ അള്ള പഠിപ്പിച്ച റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ ജീവിതത്തിൽ പ്രാവർത്തികമാക്കാൻ ആവശ്യപ്പെട്ട പല കാര്യങ്ങളിലും വീഴ്ച വരുത്തി എന്നല്ലേ റസൂലുള്ളാഹിൻ്റെ ഒരു ഹദീസ് പ്രിയപ്പെട്ടവരെ കാണാൻ കഴിയും. അതേ മനുഷ്യനെ മാലി മാലി യഖൂലു ഇബ്നു ആദം, ആദം സന്തതികൾ പറയുന്നതാണ്, മാലി മാലി, എൻ്റെ ഇന്ന സമ്പത്തുണ്ടല്ലോ, എൻ്റെ ഇന്ന സ്വത്ത്, എൻ്റെ അവിടെയുള്ള തൊടോ, എൻ്റെ അവിടെയുള്ള ഇത്തരത്തിലുള്ള ബാങ്ക് ബാലൻസ്, അങ്ങനെയുള്ള സങ്കടങ്ങൾ മനുഷ്യനെ മാലി മാലി എന്നവൻ പറഞ്ഞ് വിലപിക്കും, എന്നവൻ പറഞ്ഞ് സങ്കടപ്പെടും. അല്ലാഹ് അവനോട് ചോദിക്കുകയാണ്, വഹല്ലക യബ്ന ആദം മിൻ മാലിക ഇല്ലാ മാ അകൽത, എടോ നീ കഴിച്ചതല്ലാതെ, എടോ നീ ധരിച്ചതല്ലാതെ, ധരിച്ചിട്ട് ദ്രവിച്ചു പോയതല്ലാതെ, കഴിച്ചിട്ട് കാഷ്ടിച്ചു പോയതല്ലാതെ നിനക്കെന്താടോ ഉള്ളത്? എന്താ നിനക്ക് സ്വന്തമായിട്ടുള്ളത്? അള്ളാൻ്റെ ചോദ്യമാണ് പ്രിയപ്പെട്ടവരെ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുക, മാലി മാലി എന്ന് പറഞ്ഞവൻ അവൻ വിലപിക്കും, എൻ്റെ ഇന്ന സ്വത്ത്, ആ സ്വത്ത്, ഇന്ന സ്വത്ത്. കം തറക്കൂ മിൻ ജന്നാതിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. വനിഅമത്തിൻ കാനൂ ഫീഹാ ഫാകിഹീൻ, ആഹ്ലാദപൂർവം അനുഭവിച്ചിരുന്ന എത്രയെത്ര സൗഭാഗ്യങ്ങളാണ് അവർ വിട്ടേച്ചു പോയത്. ഒന്നുണ്ടാവൂല മനുഷ്യന്, അവൻ കഴിച്ച് കാഷ്ടിച്ചത്, അവൻ ധരിച്ച് ദ്രവിച്ചു പോയത്, അത് മാത്രമാണ് അവനുണ്ടാവുക. എന്നിട്ടോ അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിക്കുന്നുണ്ട്, ഔ തസദ്ദഖ്ത ഫഅംലൈത, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിച്ചത്, അള്ളാന്റെ മാർഗത്തിൽ കൊടുത്തതുണ്ടല്ലോ, അതാണ് നിനക്ക് ബാക്കിയുണ്ടാവുക എന്ന പ്രവാചക അധ്യാപനം പ്രിയപ്പെട്ടവരെ ഏറെ ശ്രദ്ധേയമാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മറ്റൊരു ഹദീസ് കാണാൻ കഴിയും. അള്ളാഹ് വിളിക്കണ, യാ ഇബാദി ഇന്നി ഹറംതു ദുൽമ അലാ നഫ്സി വജഅൽതുഹു ബൈനകും മുഹറമാ ഫലാ തളാലമു യാ ഇബാദി കുല്ലുകും ദ്വാലുൻ ഇല്ലാ മൻ ഹദൈതുഹു, എല്ലാവരും വഴിപിഴച്ചവരാ, ഇല്ലാ മൻ ഹദൈതുഹു, അല്ലാഹു സുബ്ഹാനഹു വ തആല സന്മാർഗം കാണിച്ചു കൊടുത്തവനല്ലാതെ, അല്ലാഹു ഹിദായത്ത് കൊടുത്തവനല്ലാതെ. എന്നിട്ടോ അല്ലാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിക്കുകയാണ്, അല്ലാഹ് പറയുമെന്നാ, ഫസ്തഹിദൂനി അഹിദ്കും, നിങ്ങൾ എന്നോട് ഹിദായത്തിന് വേണ്ടി ചോദിച്ചോ,
ഞാൻ ഹിദായത്ത് നൽകാം. പ്രിയപ്പെട്ടവരെ, എന്നിട്ട് ആ ഹദീസിന്റെ വചനം എന്തെന്നറിയോ? യാ ഇബാദി, എൻ്റെ അടിമകളെ, കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും വിശന്ന് ജീവിക്കുന്നവരാണ്, നിങ്ങളെല്ലാവരും ഒട്ടിയ വയറുമായി കഴിയുന്നവരാണ്. ഇല്ലാമൻ അത്അംതുഹു, ഞാൻ ഭക്ഷിപ്പിച്ചവരൊഴികെ, ഞാൻ കഴിക്കാനും ഉടുക്കാനും ജീവിക്കാനും എല്ലാവിധ കഴിവും നൽകിയവനൊഴികെ. കുല്ലുക്കും ജാഇഉൻ, നിങ്ങളെല്ലാവരും പട്ടിണിപ്പാവങ്ങളാണ്. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസാണ് പ്രിയപ്പെട്ടവരെ. എന്നിട്ടോ അല്ലാഹുവിൻ്റെ റസൂല് പഠിപ്പിക്കുന്നുണ്ട്, ഫസ്തതിഇമൂനി അത്ഇമുക്കും, എന്നോട് അതേ ഭക്ഷണത്തിന് വേണ്ടി, ഉപജീവനത്തിന് വേണ്ടി ചോദിക്കുന്നവരുണ്ടോ, അത്ഇമുക്കും, ഞാൻ അവരെ ഭക്ഷിപ്പിക്കുന്നതാണ് എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ പ്രിയപ്പെട്ടവരെ പഠിപ്പിക്കുകയാണ്. കുല്ലുക്കും ആരിൻ, എല്ലാവരും വിവസ്ത്രരാണ്, ഒരാൾ പോലും വസ്ത്രം ധരിക്കുന്നില്ല. ഇല്ലാ മൻ കസൗതുഹു, ഞാൻ വസ്ത്രം ധരിപ്പിച്ചവരൊഴികെ. ഇത് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുക, അല്ലാഹ് പഠിപ്പിക്കുന്നതായിട്ട് പ്രിയപ്പെട്ടവരെ. നമ്മുടെ കഴിവുകളോ നമ്മുടെ സർട്ടിഫിക്കറ്റുകളോ നമ്മുടെ ജോലികളോ ആണോ പ്രിയപ്പെട്ടവരെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥ മെച്ചപ്പെടാനും അതല്ല എങ്കിൽ അതിൻ്റെ കുറവിനുമൊക്കെ കാരണമായത്? ഒരിക്കലുമല്ല കേട്ടോ. അങ്ങനെയാണെങ്കിൽ എത്രയെത്ര വിദ്യാഭ്യാസത്തിൻ്റെ സമുച്ചയ ഉന്നതിയിലുള്ളവർ പ്രയാസപ്പെട്ടുകൊണ്ട് ജീവിക്കുന്നു. എത്ര തറവാടിത്തവും മറ്റുമൊക്കെ ഉള്ളവർ ഒരു ദിവസം പോലും കഴിച്ചുകൂട്ടാൻ പ്രതിസന്ധികൾ അനുഭവിക്കുന്നു. അല്ലാഹ് കൊടുത്തതാ, നമുക്കായിട്ടൊന്നുമില്ല, നമ്മളൊന്നും കൊണ്ടുപോകില്ല. അതാണ് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞത്, ഒന്നും കൊണ്ടുപോകുന്നില്ല. കം തറക്കൂ മിൻ ജന്നാത്തിൻ വഉയൂൻ, എത്രയെത്ര തോട്ടങ്ങളും അരുവികളുമാണ് അവർ വിട്ടേച്ചു പോയത്. എല്ലാ സൗഭാഗ്യങ്ങളും വിട്ടേച്ചുകൊണ്ട് നാളെ പടച്ച റബ്ബിൻ്റെ കോടതിയിലേക്ക് പോകാൻ പ്രിയപ്പെട്ടവരെ ചില കർമ്മങ്ങൾ മാത്രമേ നമുക്ക് തണലായി കൂട്ടായി ഉണ്ടാവുകയുള്ളൂ എന്ന ഉത്തമ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ലാ യസാലുന്ന, അല്ലാഹുവിൻ്റെ റസൂലേ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചല്ലോ, ഒരു വയോവൃദ്ധന്റെ മനസ്സ് പോലും രണ്ട് കാര്യങ്ങൾ ഈ യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കും. ഫീ ഹുബ്ബി ദുനിയ വതൂലിൽ അമൽ, ദുനിയാവിനോടുള്ള അങ്ങേയറ്റത്തെ ഭ്രമം, സ്നേഹം, പ്രേമം, ദുനിയാവിൽ അങ്ങേയറ്റത്തെ അത് നേടണം ഇത് നേടണം, അങ്ങനെയുള്ളവ ഉണ്ടാക്കിയെടുക്കണം, അങ്ങനെ കെട്ടണം ഇങ്ങനെ കെട്ടണം, അത് നേടണം എന്ന അത്തരത്തിലുള്ള ചിന്താഗതികൾ ഒരു വയോവൃദ്ധൻ്റെ മനസ്സ് പോലും ഈ രണ്ട് വിഷയത്തിൽ യുവാവിൻ്റെ മനസ്സിന് തുല്യമായിരിക്കുമെന്ന് ഹബീബുന റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. പ്രിയപ്പെട്ടവരെ, അതുകൊണ്ടാണ് ഇസ്ലാമിൽ കൃത്യമായ മാനദണ്ഡങ്ങൾ, കൃത്യമായ ധാരണകളുണ്ട്. നമ്മുടെ സമ്പത്ത് എന്ന നിലയ്ക്ക്, എൻ്റെ ബാങ്ക് ബാലൻസ് എന്ന നിലയ്ക്ക്, എൻ്റെ സാമ്പത്തിക വ്യവസ്ഥ എന്ന നിലയ്ക്ക്, എൻ്റെ പറമ്പിലുണ്ടായ ഇത്തരത്തിലുള്ള കായ്ക്കനികൾ എന്ന നിലയ്ക്ക് അത് എനിക്കിഷ്ടമുള്ള പോലെ തോന്നിയ രൂപത്തിൽ അത് കൈകാര്യം ചെയ്യാനുള്ളതല്ല. അത് അല്ലാഹ് പഠിപ്പിച്ച പോലെ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കാണിച്ചു തന്നതുപോലെ നിർവഹിക്കാനുള്ളതാ. അതാണ് അള്ളാഹുവിൻ്റെ റസൂല് നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇസ്ലാമിൻ്റെ 5 പഞ്ചസ്തംഭങ്ങളെ പഠിപ്പിച്ചു നൽകിയ കാര്യം. ബുനിയൽ ഇസ്ലാമു അലാ 5 ഷഹാദത്തി അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് വ അന്ന മുഹമ്മദ റസൂലുള്ളാഹ് വ ഇഖാമിസ് സ്വലാഹ് വ ഈതാഇസ് സകാത്ത് വൽ ഹജ്ജ് വ സൗമു റമളാൻ. റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാ. ഒരാള് വിശ്വാസിയായോ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിച്ചവനായോ അവൻ്റെ മേൽ അനിവാര്യമായ നിർബന്ധമായ കാര്യമാണ് ഇഖാമത്തിസ് സ്വലാത്ത്, നമസ്കാരം മുറപ്രകാരം നിർവഹിക്കുക. അതാണ് മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ യമനിൻ്റെ മണ്ണിലേക്ക് പറഞ്ഞയച്ച സന്ദർഭത്തിൽ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കൊടുത്ത ഉപദേശം, മുആദ്, അവർ ലാ ഇലാഹ ഇല്ലല്ലാഹ് അംഗീകരിക്കുന്നവരായാൽ, അവർ വിശ്വാസികളായാൽ പഠിപ്പിക്കേണ്ട ഒന്നാമത്തെ കാര്യം നമസ്കാരത്തിൻ്റെ ഗൗരവത്തെക്കുറിച്ച്. അതവൻ്റെ അടിമയും ഉടമയും തമ്മിലുള്ള സംഭാഷണമാണ്. അത് ഏറ്റവും മനോഹരമായ രൂപത്തിൽ പഠിപ്പിച്ചു കൊടുക്കണേ മുആദ്.
എന്നിട്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മുആദ് ബിൻ ജബൽ റളിയല്ലാഹു തആല അൻഹുവിനെ പഠിപ്പിച്ചു കൊടുത്ത കാര്യം സകാത്തിന്റെ ഗൗരവമാണ്. അവരുടെ അഗ്നിയാകളിൽ നിന്ന്, സമ്പന്നരിൽ നിന്ന് പാവപ്പെട്ടവരെ ഭക്ഷിപ്പിക്കുവാനുള്ള നടപടിക്രമങ്ങൾ മുആദേ നിന്റെ ഭാഗത്തുനിന്നുണ്ടാകണം, അത്തരത്തിലുള്ള ഉപദേശങ്ങൾ കൊടുക്കണം മുആദേ എന്ന് പറഞ്ഞ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രിയപ്പെട്ടവരെ നമുക്ക് മാതൃകയാണ്. മുസ്ലിം ഉമ്മത്തിൻ്റെ മേൽ നിർബന്ധമായ പലപ്പോഴും നമസ്കാരങ്ങളുടെ രംഗത്ത്, പലപ്പോഴും മറ്റു ഇബാദത്തുകളിലൊക്കെ, ഹജ്ജ് ചെയ്യുന്ന രംഗത്താകട്ടെ, നോമ്പ് നോൽക്കുന്ന രംഗത്താകട്ടെ, ഏറെ ശ്രദ്ധ കാണിക്കുന്ന മുസ്ലിം ഉമ്മത്ത് മുഅ്മിനീങ്ങൾ അവൻ്റെ സമ്പത്ത് ശുദ്ധീകരിക്കുന്നതുമായി ബന്ധപ്പെട്ട സക്കാത്ത് കൊടുക്കുന്ന വിഷയത്തിൽ എന്തോ ഒരു അലംഭാവം അവനിൽ കടന്നു വന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. ഞാനൊന്നും കൊടുക്കാൻ അർഹനല്ല, അതല്ല എങ്കിൽ എനിക്കത്തരത്തിലുള്ള സാമ്പത്തിക വ്യവസ്ഥയൊന്നും ഇല്ലല്ലോ, അങ്ങനെ ഇങ്ങനെയൊക്കെ തട്ടിമുട്ടിയിട്ടല്ലേ പോകുന്നത്, അതുകൊണ്ട് ഞാനൊന്നും കൊടുക്കേണ്ടതില്ല എന്ന പിശാചവൻ്റെ മനസ്സിലിട്ട് നൽകിയ ആ ഫഖറിൻ്റെ ചിന്താഗതികൾ, ആ ദാരിദ്ര്യത്തിൻ്റെ ചിന്താഗതികൾ പ്രിയപ്പെട്ടവരെ അവനെ നരകത്തിലേക്കാണ് എത്തിക്കുക എന്ന ഉത്തമമായ ബോധ്യം നമുക്കുണ്ടാകേണ്ടതുണ്ട്. ഉത്തമമായ ബോധ്യമുണ്ടാകേണ്ടതുണ്ട്. കാരണം സക്കാത്തിനെ പറ്റിയിട്ട്, അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നതിൻ്റെ മഹത്വത്തെപ്പറ്റി അള്ള പഠിപ്പിച്ചു നൽകിയ ആയത്തുകൾ നോക്കിയേ. വമാ ആതൈതും മിൻ സകാ തുരീദൂന വജ്ഹല്ലാഹ് ഫഉലൈക ഹുമുൽ മുദ്ഇഫൂൻ. അള്ളാഹുവിൻ്റെ പ്രിയപ്പെട്ടവരെ, അള്ളാഹുവിൻ്റെ മുഖം ലക്ഷ്യമാക്കിക്കൊണ്ട് നിങ്ങൾ വല്ലതും സക്കാത്തായി നൽകുന്ന പക്ഷമുണ്ടല്ലോ, അങ്ങനെ ചെയ്യുന്നവർക്ക് ഇരട്ടി ഇരട്ടി സമ്പാദിക്കുന്നവരാണേ അവരെന്ന് പരിശുദ്ധ ഖുർആന് പ്രിയപ്പെട്ടവരെ സൂറത്തു റൂമിൻ്റെ 39-ാമത്തെ വചനത്തിലൂടെ പഠിപ്പിക്കുകയാണ്. ഇതിനു മുന്നേ അല്ല പറഞ്ഞത് എന്തെന്നറിയോ? പലപ്പോഴും മനുഷ്യൻ ചിന്തിക്കും, വമാ ആതൈതും മിർ റിബൻ ലിയർബുവ ഫീ അംവാലിൻ നാസ് ഫലാ യർബു ഇൻദല്ലാഹ്. ജനങ്ങളുടെ സ്വത്തുക്കളിലൂടെ വളർച്ച നേടുവാനായി നിങ്ങൾ വല്ലതും പലിശക്ക് കൊടുക്കുന്ന പക്ഷം അല്ലാഹുവിങ്കൽ അത് വളരുന്നതല്ല. നിങ്ങളുടെ മനസ്സിലെ അതൊരു വളർച്ചയാണ് എന്നൊക്കെ ചിന്തയുണ്ടെങ്കിലും അള്ളാന്റെ അടുത്ത് അത് വളരൂല. പിന്നെ എന്താണ് അള്ളാന്റെ അടുത്ത് വളരുക? നിങ്ങൾ അള്ളാന്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുക്കുന്ന സക്കാത്താണ്. സക്കാത്ത് കൊടുക്കാന്നല്ല അള്ള പറഞ്ഞത്. അള്ള എന്താ പറഞ്ഞത്? അല്ലാഹു സുബ്ഹാനഹു വ തആല എന്താ പറഞ്ഞത്? തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊണ്ട് കൊടുക്കുന്ന സക്കാത്ത്. എല്ലാവരും കൊടുക്കുന്നു, ഞാനും കൊടുക്കുന്നു, അങ്ങനെയല്ല. കൂടെ കൂടികളല്ല പ്രിയപ്പെട്ടവരെ. നാട്ടുകാർ ചെയ്യുന്നു, ഞാനും ചെയ്യുന്നു, കൊടുത്തിട്ടില്ലേ മോശല്ലേ അങ്ങ് ചെയ്യുന്നു, അല്ല. തുരീദൂന വജ്ഹല്ലാഹ്, അള്ളാഹുവിൻ്റെ വജ്ഹ് ഉദ്ദേശിച്ച് കൊടുക്കുന്ന സക്കാത്ത് അതവൻ ഇരട്ടിച്ച് ലഭിക്കുമെന്ന ഔത്തമമായ ബോധ്യം നോക്കിയേ. പരിശുദ്ധ ഖുർആൻ എത്ര മനോഹരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ, മസല്ലദീന യുൻഫിഖൂന അംവാലഹും ഫീ സബീലില്ലാഹ് കമസലി ഹബ്ബാ അംബതത് സബ്അ സനാബില ഫീ കുല്ലി സുംബുലത്തിൻ മിഅതു ഹബ്ബാ. എത്ര മനോഹരമായ ആയത്താണ് പ്രിയപ്പെട്ടവരെ, എത്ര സുന്ദരമായ ആയത്താണ് പ്രിയപ്പെട്ടവരെ. അള്ളാന്റെ മാർഗത്തിന് ചെലവഴിക്കുന്നവരുണ്ടല്ലോ, കമസലി ഹബ്ബ, ഒരു ധാന്യമണി അത് നട്ടതുപോലെയാണ്. ഒരു ധാന്യമണിക്ക് തുല്യമാണ് അവരുടെ സദഖകള്, അവരുടെ സക്കാത്തുകളെന്ന് അള്ളാഹു പഠിപ്പിക്കുകയാണ്. ആ ധാന്യമണിയിലൂടെ വളരുന്ന ചെടിയിലിതാ അതേ 7ഓളം കതിരുകൾ ഉണ്ടാവുകയാണ്. ആ ഓരോ കതിരുകളിലും 100ഓളം ധാന്യമണികൾ ഉണ്ടാവുകയാണ്. എന്ത് മനോഹരമായ ഉദാഹരണമാണ് പ്രിയപ്പെട്ടവരെ അല്ല പഠിപ്പിച്ചു നൽകിയത്. അള്ളാന്റെ മാർഗത്തിന് ചെലവഴിക്കുന്നതുമായി ബന്ധപ്പെട്ട് അല്ല പഠിപ്പിച്ചതാ പ്രിയപ്പെട്ടവരെ ഇത്. അപ്പം അത്രയും പ്രതിഫലാർഹമായ, അത്രയും പുണ്യകരമായ ഒരു കർമ്മമാണ് അള്ളാന്റെ മാർഗത്തിൽ ചെലവഴിക്കുക എന്നുള്ളത്. അതൊരു ഇബാദത്താണ്. പണ്ഡിതന്മാർ കൃത്യമായി പഠിപ്പിച്ചു നൽകിയല്ലോ. അത്തഅബ്ബുദു ലില്ലാഹി തആല ബിഇഖ്റാജി ജുസ്ഇൻ വാജിബിൻ ശർഅൻ ഫീ മാലിൻ മുഅയ്യനിൻ ലിത്വായിഫത്തിൻ നൗജിഅത്തിൻ മഖ്സൂസ. എത്ര മനോഹരമായിട്ടാണ് ഉലമാക്കൾ സക്കാത്ത് എന്നുള്ളതിൻ്റെ നിർവചനം പഠിപ്പിച്ചു നൽകിയത്. എത്ര സുന്ദരമായിട്ടാണ് പ്രിയപ്പെട്ടവരെ ഒരു ആരാധനയെന്നോണം എന്തെങ്കിലും ചിന്തയിലല്ല, ഇതെൻ്റെ റബ്ബിന് വേണ്ടിയ ഇബാദത്താ.
പള്ളി മിനാരങ്ങളിൽ നിന്ന് ബാങ്കൊലി കേൾക്കുമ്പോൾ ആ പള്ളിയിലേക്ക് വരാനുള്ള മാനസികാവസ്ഥ രൂപപ്പെടുന്നുണ്ടല്ലോ. എന്തേ? അത് ഇബാദത്താണ്, അതെനിക്ക് സ്വർഗം ലഭിക്കുന്ന കർമ്മമാണ് എന്ന ഉത്തമമായ ചിന്തയാണെങ്കിൽ എനിക്ക് റബ്ബ് നൽകിയ എൻ്റെ സമ്പത്തിൽ നിന്ന് എൻ്റെ സാമ്പത്തികമായിട്ടുള്ള ആ ഒരു സുന്ദരമായ അവസ്ഥയിൽ നിന്ന് അതിൻ്റെ അർഹതപ്പെട്ടവർക്ക്, നിലാരംബർക്ക് പടച്ച റബ്ബ് നിർണയിക്കപ്പെട്ട നിശ്ചിതമായ ആ അളവ് ഞാൻ കൊടുക്കുമ്പോൾ അത് എൻ്റെ റബ്ബിന് വേണ്ടിയിട്ടുള്ള ഇബാദത്ത, ആരാധനയാണ് എന്ന ബോധ്യത്തോടു കൂടിയിട്ട് പ്രിയപ്പെട്ടവരെ നമുക്ക് കൊടുക്കാൻ കഴിയും. അതാണ് സക്കാത്തായിട്ട് പണ്ഡിതന്മാര് കൃത്യമായി പഠിപ്പിച്ചു നൽകിയത്. എത്ര ലളിതമാണെന്നറിയോ? എന്താണ് ഇതിൻ്റെ ഗുണങ്ങൾ? എന്നിട്ട് നമുക്ക് ആരാണ് സക്കാത്ത് കൊടുക്കേണ്ടത്, എങ്ങനെയാണ് കൊടുക്കേണ്ടത് എന്ന് മനസ്സിലാക്കാം. നമുക്കറിയാം, അറിയാത്തവരൊന്നുമല്ല. എന്നാലും ഒരു ഓർമ്മ എന്ന നിലയ്ക്ക് നോക്കിയ നിങ്ങൾ സക്കാത്തിൻ്റെ പ്രതിഫലങ്ങളും അതിൻ്റെ മഹത്വവും എത്രയെത്ര ആയത്തുകളിലൂടെ, എത്രയെത്ര വചനങ്ങളിലൂടെ പ്രിയപ്പെട്ടവരെ നമുക്ക് വ്യക്തമാകും. അല്ലാഹു പഠിപ്പിക്കുന്നുണ്ടല്ലോ, വഫീ അംവാലിഹിം ഹഖ്കുൽ ലിസ്സാഇലി വൽ മഹ്റൂം. അതേ, നിന്റെ സമ്പത്തില് ചോദിച്ചു വരുന്നവർക്കും ഉപജീവനം തടയപ്പെട്ടവർക്കും അവകാശമുണ്ട്. അത് അല്ലാഹു പറഞ്ഞതാ, അവകാശമുണ്ട്, നിർബന്ധമാണ്. അതുകൊണ്ടാണ് പ്രവാചകൻ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെയും സ്വഹാബത്തിൻ്റെയും കാലഘട്ടത്തിൽ സക്കാത്ത് പിടിച്ചെടുത്തിരുന്നു അല്ലേ? ഇന്ന് നമുക്ക് അത്തരത്തിലുള്ള അവസ്ഥകളോ സാഹചര്യങ്ങളോ ഇല്ല. നമ്മുടെ മനസ്സിങ്ങട്ട് ഉള്ളിൽ നിന്ന് കൊടുക്കണം എന്നുള്ള ചിന്ത വരണം. കൊടുത്താലേ ഉണ്ടാവുകയുള്ളൂ എന്ന ആ ഉത്തമമായ ബോധ്യമാണ് പ്രിയപ്പെട്ടവരെ ഉണ്ടാകേണ്ടത്. അല്ലാഹ് ഇതൊക്കെ എപ്പോഴാ പറയുന്നതെന്നറിയോ? പരിശുദ്ധ ഖുർആനിൽ ആയത്തുണ്ട്, കാനൂ ഖലീലം മിനൽ ലൈലി മാ യഹ്ജഊൻ. അതേ, രാത്രിയിലെ കുറച്ച് മാത്രം ഉറങ്ങുന്നവരാണ് അവർ. വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അതേ, അവരെ ആ സഹറിന്റെ സമയത്ത് അല്ലാഹ്ക്ക് വേണ്ടിക്കൊണ്ട് അല്ലാഹുവിനോട് ഇസ്തിഗ്ഫാർ ചോദിക്കുന്നവരാണ്. വഫീ അംവാലിഹിം ഹഖ്കുൽ ലിസ്സാഇലി വൽ മഹ്റൂം. ഈ വിഷയം പറയുന്നതിൻ്റെ തൊട്ട് മുന്നേ പറഞ്ഞ ആയത്തുകൾ എന്തൊക്കെ? രാത്രി കുറച്ചുറങ്ങിയിട്ട് രാത്രി നിസ്കാരങ്ങളൊക്കെ സജീവമാകുന്നവർ അല്ലേ, ഇസ്തിഗ്ഫാർ ചൊല്ലുന്നവർ, അവർക്ക് ഉണ്ടാവേണ്ട ഗുണമാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹു നൽകിയ സമ്പത്തിൽ നിന്ന് സക്കാത്ത് കൊടുക്കണമെന്ന ബോധ്യം. രാത്രി നിസ്കരിക്കുന്നു, ഇസ്തിഗ്ഫാറൊക്കെ ചൊല്ലുന്നു, പക്ഷെ അവൻ്റെ സമ്പത്തിൽ നിന്ന് ഒന്നും കൊടുക്കുന്നില്ല എങ്കിൽ അവൻ്റെ അവസാന സമയം അവൻ്റെ റബ്ബിൻ്റെ മുന്നിൽ അവൻ്റെ അവസ്ഥ എന്താകും? ഒന്ന് ആലോചിച്ച് നോക്കിയേ. കാരണം ഒരു മുസ്ലിമും കാഫിറും തമ്മിലുള്ള വ്യത്യാസം പഠിപ്പിക്കവേ 3 കാര്യങ്ങൾ പഠിപ്പിച്ചു നൽകിയ സന്ദർഭത്തിൽ പോലും സക്കാത്തിൻ്റെ വിഷയം പഠിപ്പിച്ചു എന്ന ആ കാര്യം നാം വിട്ടുപോകാൻ പാടില്ല. കഴിവുണ്ടോ? നമ്മൾ കൊടുത്തേ മതിയാകൂ. നമ്മൾ അർഹരാണോ? കൊടുത്തേ മതിയാകൂ. അവിടെ പിടിച്ചു വെക്കലില്ല. അവിടെ വീട് വെക്കാനാണ്, വാഹനം മേടിക്കാനാണ്, ഇന്ന സ്ഥലത്ത് കൊടുക്കാനാണ്, കുട്ടികളെ കെട്ടിച്ചു വിടാനാണ്, ഒരു ന്യായമല്ല. ഹജ്ജിന് പോകാനാണ്, ന്യായമല്ല പ്രിയപ്പെട്ടവരെ. സമയായോ, നിസാബെത്തിയോ, ഹൗലെത്തിയോ കൊടുക്കണം നാം സക്കാത്ത്. അതിന് വീഴ്ച വരുത്താൻ പാടില്ല. ഈ ഒരു ഖുതുബ കഴിയുമ്പോൾ നമ്മുടെ മനസ്സിലുണ്ടാവണം, പടച്ചോനെ ഞാനൊക്കെ സക്കാത്ത് കൊടുക്കാൻ അർഹനാണല്ലോ എന്ന്. ആവും പ്രിയപ്പെട്ടവരെ. ഭൂരിപക്ഷം ആളുകളും നമ്മൾ സക്കാത്തിനെ കൊടുക്കാൻ അർഹർ തന്നെയാണ്. പലപ്പോഴും നമ്മൾ ചിന്തിക്കുക, ഇവിടെയുള്ള ഏതെങ്കിലും ഷോപ്പിംഗ് മാളുകളുടെയൊക്കെ ഒരു 5ഓ 8ഓ ഷോപ്പിംഗ് മാളുള്ളവന് മാത്രമേ കൊടുക്കേണ്ട സാധനമാണ് സക്കാത്ത് എന്നുള്ളൊരു ചിന്ത നമുക്ക് വന്നിട്ടുണ്ട്. നമ്മുടെ സാലറിയും അതുപോലെ തന്നെ നമ്മുടെ സാമ്പത്തിക വ്യവസ്ഥയും ഒക്കെ കണക്കൂട്ടുമ്പോൾ നമ്മളൊക്കെ സക്കാത്തിന് അർഹരായിത്തീരും. കൊടുക്കാൻ, വാങ്ങാനല്ല, കൊടുക്കാൻ അർഹരായിത്തീരും. നോക്കിയേ, ഈമാനിൻ്റെ അടയാളമാണ് സക്കാത്ത് കൊടുക്കുക എന്നുള്ളത്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, മുഅ്മിനീങ്ങൾ വിജയിച്ചിട്ടുണ്ട്. അല്ലദീന ഹും ഫീ സ്വലാത്തിഹിം ഖാശിഊൻ. എങ്ങനെയുള്ള മുഅ്മിനീങ്ങളാണ്? നമസ്കാരത്തിലെ ഭയഭക്തി കാത്തു സൂക്ഷിക്കുന്നവരായ മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും അനിൽ ലഗ്വി മുഗ്രിദൂൻ, വൃത്തികെട്ട അതുപോലെ തന്നെ ആവശ്യമില്ലാത്ത മുഴുവൻ കാര്യങ്ങളിൽ നിന്നും വിട്ടു നിൽക്കുന്നവരായ മുഅ്മിനീങ്ങൾ. വല്ലദീന ഹും ലിസ്സകാത്തി ഫാഇലൂൻ, അല്ലാഹു നിർബന്ധമാക്കിയ സക്കാത്ത് ഉണ്ടല്ലോ, അത് കൃത്യമായി കൊടുക്കുന്നവരുമായ
മുഅ്മിനീങ്ങളെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിക്കുകയാണ്. ഖദ് അഫ്ലഹൽ മുഅ്മിനൂൻ, ആ മുഅ്മിനീങ്ങളാ വിജയിച്ചത്. സക്കാത്ത് കൊടുക്കണം, നിസ്കരിക്കണം, അല്ലേ, മറ്റു എല്ലാ കാര്യങ്ങളിൽ നിന്നും മാറി നിൽക്കണം. അത് ഈമാനിൻ്റെ അടയാളമായിട്ടാണ് റസൂലുള്ളാഹി പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചിരിക്കുന്നത്. മറ്റൊന്ന് നോക്കിയേ, ലാ യുഅ്മിനു അഹദുക്കും ഹത്താ യുഹിബ്ബ ലിഅഖീഹി മാ യുഹിബ്ബു ലിനഫ്സിഹി. തൻ്റെ സഹോദരനെ, അല്ലേ, സ്വന്തത്തിന് ഇഷ്ടപ്പെടുന്നൊരു കാര്യം തൻ്റെ സഹോദരനും ഇഷ്ടപ്പെടുന്നവരെ, അതെൻ്റെ സഹോദരന് കിട്ടണമെന്ന ഒരു ചിന്തയുണ്ടാകുന്നതുവരെ ഒരാളും വിശ്വാസിയാവുകയില്ല. ഈമാനിൻ കാമില അത് അവനിൽ ഉണ്ടാവുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം. പ്രിയപ്പെട്ടവരെ, നമുക്കൊക്കെ ഇത് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിട്ടുണ്ടോ? നമുക്കൊക്കെ ഇത് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ടോ? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനം നോക്കിയേ. ഇനി അല്ലാഹ് പഠിപ്പിക്കുകയാണ്, ഖുദ് മിൻ അംവാലിഹിം സദഖതൻ തുതഹിറുഹും വതുസക്കീഹിം ബിഹാ വസല്ലി അലൈഹിം. അതെ, നീ അവരിൽ നിന്ന് എന്ത് ചെയ്യണം? സക്കാത്ത് പിടിച്ചെടുക്കണം. ആ സക്കാത്ത് എങ്ങനെയാ? തുതഹിറുഹും വതുസക്കീഹിം ബിഹാ, അവരെ സംശുദ്ധരാക്കുന്ന, അവരെ ശുദ്ധീകരിക്കുന്ന സക്കാത്ത് അവരിൽ നിന്ന് പിടിച്ചെടുക്കണം. വസല്ലി അലൈഹിം, അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്യണം. നമ്മെ ശുദ്ധീകരിക്കും പ്രിയപ്പെട്ടവരെ സക്കാത്ത് എന്നത്, നമ്മെ സംശുദ്ധരാക്കും പ്രിയപ്പെട്ടവരെ സക്കാത്ത് എന്നുള്ളത്. അതിൽ യാതൊരുവിധ സംശയവും നമുക്കുണ്ടാകാൻ പാടില്ല. റസൂലുള്ളാഹിന്റെ ഒരു ഹദീസ് അറിയോ? മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു ഫീഹി ഇല്ലാ മലക്കാൻ യൻസിലാൻ. രണ്ട് മലക്കുകൾ അവൻ്റെ അരികിലേക്ക് കടന്നു വരാതെ ഒരു മുഅ്മിന് പോലും, ഒരു വ്യക്തി പോലും, ഒരു മുസ്ലിം പോലും, മാ മിൻ യൗമിൻ യുസ്ബിഹുൽ ഇബാദു, അല്ലാഹുവിൻ്റെ ഒരു അടിമ പോലും പ്രഭാതത്തിലേക്ക് അവൻ പ്രവേശിക്കുന്നില്ല. ഇല്ല മലക്കാൻ യൻസിലാൻ, രണ്ട് മലക്കുകൾ അവൻ്റെ അരികിലേക്ക് കടന്നു വരാതെ. എന്നിട്ട് ഒരു മലക്ക് പറയും, അഹ്ദുഹുമാ അല്ലാഹുമ്മ അതി മുൻഫികൻ ഖലഫ, അല്ലാഹുവേ നിന്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നവരുണ്ടോ അവർക്ക് കൊടുക്കുന്നതാ. മറ്റു മലക്ക് പറയും, അല്ലാഹുമ്മ അതി മുംസികൻ തലഫ, റബ്ബേ നിന്റെ മാർഗത്തിൽ പിടിച്ചു വെച്ചുകൊണ്ട് അതേ അതുപോലെ മുറുക്കി പിടിക്കുന്നവരുണ്ട്, അവരുടെ സമ്പത്ത് നശിപ്പിക്കുന്നതാ എന്ന മലക്കുകളുടെ പ്രാർത്ഥന. പ്രിയപ്പെട്ടവരെ, തോട്ടക്കാരുടെ കഥ ഇസ്ലാമിക ചരിത്രാധ്യാപനങ്ങളിലൂടെ ഞാനും നിങ്ങളും പഠിച്ചതാ, അല്ലേ? ഞാനും നിങ്ങളും മനസ്സിലാക്കിയതാ. വർഷങ്ങളായി അതിൻ്റെ കൃത്യമായ വിഹിതം കൊടുത്തു വന്നിരുന്ന ഒരു കുടുംബ പരമ്പര സ്വത്ത് മക്കളെല്ലാവരും തീരുമാനിച്ചുല്ലേ, ഇന്നിതാർക്കും കൊടുക്കേണ്ട, ആരും കാണാതിരിക്കാൻ, ആരുമില്ലാത്ത സമയത്ത് ഇരുട്ടിൽ പോയിട്ട് നമുക്കത് കൊയ്തെടുക്കാം. കണ്ട കാഴ്ച എന്താ? നമ്മുടെയൊക്കെ സമ്പത്തും ബിൽഡിങ്ങുകളും കച്ചവട സംരംഭങ്ങളും നമ്മുടെയൊക്കെ സാമ്പത്തിക വ്യവസ്ഥകളും ബാങ്ക് ബാലൻസുകളും ഒക്കെ ഇല്ലാതാകാൻ. പ്രിയപ്പെട്ടവരെ, അൽ ഇൻസാനു ബിഗഫ്ലത്തിൻ ഹത്താ യൂഖിദ ബിഇല്ല, മനുഷ്യൻ അശ്രദ്ധയിലാണ് ഒരു രോഗം കൊണ്ട് ഉണർത്തുന്നതുവരെ. മഹാരഥന്മാരായ പണ്ഡിതന്മാരുടെ വചനങ്ങളാ, ഒരു രോഗം വന്നാൽ മതിയാവും നമ്മൾ തകർന്നടിയാൻ, ഒരു പ്രയാസം വന്നാൽ മതിയാവും പ്രിയപ്പെട്ടവരെ നമ്മൾ തകർന്നടിയാൻ. അതുകൊണ്ട് കൃത്യമായ ബോധ്യം നമ്മുടെ സാമ്പത്തിക രംഗത്ത് നമുക്കുണ്ടാകണം. അതേ, മലായികത്തിന്റെ പ്രാർത്ഥന അത് എന്തായാലും അല്ലാഹു സുബ്ഹാനഹു വ തആല സ്വീകരിക്കുമെന്ന് പണ്ഡിത ലോകം കൃത്യമായി പഠിപ്പിച്ചു നൽകിയ കാര്യമാണ്, കൃത്യമായി പഠിപ്പിച്ചു നൽകിയതാ പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് അത്തരം വിഷയങ്ങളിലൊക്കെ കൃത്യമായ ഒരു ഇടപെടൽ ഉണ്ടാവണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഇല്ല, എൻ്റെ റബ്ബിന് വേണ്ടിയിട്ട് ഞാൻ കൊടുക്കും. ലാ യൻഖുസു മാലും മിൻ സദഖ ഫതസദ്ദഖു, ഒരിക്കലും നീ കൊടുക്കുന്ന സകാത്ത് ഉണ്ടല്ലോ, സദഖയുണ്ടല്ലോ, അത് നിന്റെ സമ്പത്തിൽ കുറവ് വരുത്തില്ല കേട്ടോ. ഫതസദ്ദഖു, നിങ്ങൾ ചെലവഴിച്ചു കൊള്ളുക. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനമാ. കുറവ് വരുത്തൂല. ആരാ പറയുന്നത്? കഴിക്കാൻ നൽകിയ, വായ കീറിത്തന്ന, അല്ലേ, ശ്വാസോച്ഛ്വാസ വ്യവസ്ഥകളെ നിയന്ത്രിക്കുന്ന, ശരീരത്തിൻ്റെ ഓരോ ഓർഗൻസിനെയും ഏറ്റവും മനോഹരമായി ക്രിയാത്മകമായി കൈകാര്യം ചെയ്തുകൊണ്ടിരിക്കുന്ന റബ്ബ് പറയാ, ലാ യൻഖുസു മാലും മിൻ സദഖ, ഒരിക്കലും നീ ദാനധർമ്മം ചെലവഴിച്ചതിൻ്റെ പേരിൽ നിന്റെ സമ്പത്ത് കുറയൂല, നിന്റെ സമ്പത്ത് കുറയൂല, അത് ഇരട്ടിപ്പിക്കുകയോ ചെയ്യുകയുള്ളൂ. അള്ളാഹുവിൻ്റെ റഹ്മത്ത് കിട്ടാൻ കാരണമാകും പ്രിയപ്പെട്ടവരെ. നാളെ സ്വർഗം കിട്ടാനേ സകാത്ത് കൊടുക്കുക എന്നുള്ളത് കാരണമാകും പ്രിയപ്പെട്ടവരെ. എത്രയെത്ര ഹദീസുകളാണ് ഇതുമായി ബന്ധപ്പെട്ടൊക്കെ നമുക്ക് കാണാൻ കഴിയുമെന്നറിയും. വവൈലുൽ ലിൽ മുശ്രിക്കീൻ,
മുശ്രിക്കീങ്ങൾക്ക് നാശമുണ്ട്. അല്ലദീന ലാ യുതൂന സകാത്ത, സകാത്ത് കൊടുക്കാത്തവരായിട്ടുള്ള മുശ്രിക്കീങ്ങൾ. വഹും ബിൽആഖിറതി ഹും കാഫിറൂൻ. മുശ്രിക്കീങ്ങൾക്ക് നാശമുണ്ട്. ഓലെന്ത് ചെയ്യില്ല? സകാത്ത് കൊടുക്കൂല. സകാത്ത് നൽകാതിരിക്കുക എന്നുള്ളത് മുശ്രിക്കീങ്ങളുടെ വിശേഷണമായിട്ടാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പ്രിയപ്പെട്ടവരെ സൂറത്തുൽ ഫുസ്സിലത്തിലൂടെ നമ്മെ പഠിപ്പിച്ചതെങ്കിൽ ആ ഗൗരവവും ആ ചിന്തയുമൊക്കെ നമുക്കുണ്ടാകണം. കാരണം അല്ലാഹു നമ്മുടെ കർമ്മങ്ങൾ സ്വീകരിക്കണമല്ലോ. യഅതി അലന്നാസി സമാനുൻ, ജനങ്ങളിൽ ഒരു കാലം വരും, ലാ യുബാലിൽ മർഉ മാ അഖദ മിൻഹു അമിനൽ ഹലാലി അമിനൽ ഹറാം. ആ കാലഘട്ടത്തിലെ ജനങ്ങളെ അവർ സ്വീകരിക്കുന്ന സമ്പാദ്യങ്ങൾ, നേടുന്ന സാമ്പത്തിക വ്യവസ്ഥകൾ, ഇതൊക്കെ ഹറാമാണോ ഹലാലാണോ എന്ന ചിന്ത പോലും അവർക്കുണ്ടാവില്ല. നമ്മൾ സക്കാത്ത് കൊടുക്കാതെ നാം ഉപയോഗിക്കുന്ന സമ്പത്തുണ്ടല്ലോ പ്രിയപ്പെട്ടവർ, അത് ഹറാമാ, അത് ഹറാമാണ്, അത് ഹറാമാണ്. ഒരു സംശയവും വിഷയത്തിലില്ല. അത് ഗൗരവപൂർവം തന്നെ നാം ചിന്തിക്കേണ്ടതിൻ്റെ ശിക്ഷ എന്താ? അല്ലാഹു പറയുകയാണ്, പരിശുദ്ധ ഖുർആനെ പഠിപ്പിക്കുകയാണ്, സയുതവഖൂന മാ ബഖിലൂ ബിഹി യൗമൽ ഖിയാമ. നോക്കിയേ നിങ്ങളെ, അവരുടെ കഴുത്തുകളിലൂടെ പ്രിയപ്പെട്ടവരെ സകാത്ത് കൊടുക്കാത്തതിൻ്റെ പേരിൽ അവർ അനുഭവിക്കുന്ന ശിക്ഷയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല പഠിപ്പിക്കുന്നത്. അവർ പിശുക്ക് കാണിച്ച ധനം കൊണ്ട് ഉയർത്തി എഴുന്നേൽപ്പിൻ്റെ നാളിൽ അവരുടെ കഴുത്തിൽ മാല ചാർത്തപ്പെടുന്നതാണെന്ന് പരിശുദ്ധ ഖുർആൻ പഠിപ്പിച്ചു തരുമ്പോ പ്രിയപ്പെട്ടവരെ, സകാത്തിന്റെ വിഷയത്തിൽ ഇനിയൊരു അലംഭാവം നമുക്കുണ്ടാകരുത്. സകാത്ത് കൊടുക്കേണ്ട പ്രത്യേക ഒരു മാസമായിട്ടൊന്നല്ല റമദാനിനെ കാണേണ്ടത്. ഹിജ്റ വർഷമാണല്ലോ പ്രിയപ്പെട്ടവരെ. ഹൗല് കണക്കാക്കാൻ ഒരു ഹിജ്റ വർഷം മുതൽ മറ്റൊരു ഹിജ്റ വർഷം എന്ന നിലയ്ക്ക് നാം കണക്കാക്കുക. ആ കണക്കാക്കാൻ മുഅ്മിനീങ്ങൾക്ക്, മുസ്ലിമീങ്ങൾക്ക് ഏറെ ഓർമ്മയുള്ള മാസം എന്ന നിലയ്ക്ക് റമദാൻ ഉപയോഗിക്കുക. അതല്ല ശവ്വാലിൽ കൊടുക്കാം, അതല്ല റജബിൽ കൊടുക്കാം, അതല്ല ശഅബാനിൽ കൊടുക്കാം, ദുൽഖഅദിലോ ദുൽഹിജ്ജയിലോ ഏത് മാസത്തിന് വേണമെങ്കിലും പ്രിയപ്പെട്ടവരെ സകാത്ത് കൊടുക്കാം. ഹിജ്റ വർഷം കൊണ്ട് അതേ ഒരു ഹിജ്റ വർഷക്കാലം എന്നാണോ ആകുന്നത്, കഴിഞ്ഞ ശവ്വാലിൽ കൊടുത്തൊരു വ്യക്തിയാണോ അവൻ കൊടുക്കേണ്ടത് ശവ്വാലില, കഴിഞ്ഞ ദുൽഖഅദിൽ കൊടുത്ത വ്യക്തിയാണോ അവൻ കൊടുക്കേണ്ടത് ദുൽഖഅദില, ദുൽഹിജ്ജയിലാണോ ദുൽഹിജ്ജയിലാ. അതാണ് ഹൗല് എന്നുള്ളത്, ഒരു ഹിജ്റ വർഷക്കാലം എന്നുള്ളത്. പിന്നെന്താ? നിസാബാണല്ലേ പ്രിയപ്പെട്ടവരെ. വളരെ സിമ്പിളാട്ടോ. 595 ഗ്രാം വെള്ളിക്ക് തത്തുല്യമായ പൈസ നമ്മളെ കയ്യിലുണ്ടോ, നമ്മൾ എന്ത് ചെയ്യണം? സക്കാത്ത് കൊടുക്കണം. 595 ഗ്രാമിൻ്റെ റേറ്റ് നോക്കിയിട്ട് വളരെ തുച്ഛമായ റേറ്റ്, ഒരു 30,000 40,000 ആ റേഞ്ചേ വരുള്ളൂ. നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൻ്റെ 2.5% കൊടുക്കൽ എന്ത് ചെയ്യണം? നിർബന്ധ. അതിൽ ഇളവുകളൊന്നുമില്ല. ഇളവുകൾ പലപ്പോഴും വിളവുകളാക്കുന്ന അവസ്ഥയാണ് മുസ്ലിം ഉമ്മത്തിന് ഇപ്പോൾ ഉള്ളത്. എങ്ങനെങ്കിലും അത് കൊടുക്കാതിരിക്കാൻ എത്ര ഫത്വകളാ, എത്ര കൊടുക്കണോ, ഇതിങ്ങനെ ഉപയോഗിക്കുകയാണ്, അതിനു വേണ്ടി മാറ്റിവെച്ചതാണ് നമ്മുടെ മുൻഗാമികളായ സ്വഹാബത്ത്, പട്ടിണിപ്പാവങ്ങൾ അല്ലേ. അവരിത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയിൽ നിന്ന് ഇത്തരത്തിലുള്ള അധ്യാപനങ്ങൾ കേൾക്കുമ്പോൾ അവരുടെ മാനസികാവസ്ഥ എന്താ പ്രിയപ്പെട്ടവരെ? നമുക്കിതൊക്കെ നോക്കുമ്പോൾ ചിലപ്പോൾ ചിരിയൊക്കെ വരും. നമുക്ക് എന്തൊക്കെയോ ആ ഒരു മനസ്സിക്കാണ് ഈമാനില്ലാത്തതിൻ്റെ പ്രശ്നം. അവർ കരയാണ്, അവർ സങ്കടപ്പെടുകയാണ്. ലൻ തനാലുൽ ബിർറ ഹത്താ തുൻഫിഖൂ മിമ്മാ തുഹിബ്ബൂൻ. നിങ്ങൾ ഇഷ്ടപ്പെടുന്നത് അല്ലാഹുവിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കുന്നത് വരെ നിങ്ങൾ പുണ്യം കരസ്ഥമാക്കില്ല. ഈ ആയത്താണ് ഇറങ്ങിയപ്പോൾ സഹാബത്തിൻ്റെ മനസ്സിലുണ്ടായിരുന്ന ചിന്ത എന്താ? അഹബ്ബു അംവാലി ഇലയ്യ ബൈറുഹാ. റസൂലേ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട എൻ്റെ തോട്ടം ബൈറുഹാ തോട്ട റസൂലേ, അത് ഞാൻ അള്ളാഹിൻ്റെ മാർഗത്തിൽ ചെലവഴിക്കാൻ തയ്യാറാണ് റസൂലേ എന്ന് പറഞ്ഞ് കടന്നു വന്ന സ്വഹാബത്ത് പ്രിയപ്പെട്ടവരെ, ആ സ്വഹാബത്ത് പോയ സ്വർഗത്തേക്ക് നമുക്ക് പോകാനുള്ളത്. മിനൻ നബീന വസ്ദിഖീന വശുഹദാഇ വസ്സാലിഹീൻ വഹസുന ഉലൈക റഫീഖാ. നബിമാരോടൊപ്പം, ശുഹദാക്കളോടൊപ്പം, സാലിഹീങ്ങളോടൊപ്പം കിടക്കേണ്ട പ്രിയപ്പെട്ടവരെ.
ആ സ്വർഗീയാരാമത്തിൽ വിരാജിക്കേണ്ട പ്രിയപ്പെട്ടവരെ സഹോദരിമാരെ, 85 ഗ്രാമിന് അപ്പുറം നമ്മുടെ അടുത്ത് സ്വർണമുണ്ടോ? നമ്മുടെ അടുത്ത് സ്വർണമുണ്ടോ? പ്രിയപ്പെട്ട സഹോദരിമാരെ, 10.5 പവന് മുകളിൽ നമ്മുടെ അടുത്ത് സ്വർണമുണ്ടോ? 2.5% കൊടുക്കാൻ നമ്മുടെ മനസ്സിലൊരലംഭാവം ഉണ്ടാകരുത്. അങ്ങനെ ഉണ്ടായാലോ സയുത്തവക്കൂന, അവരെ ധരിപ്പിക്കപ്പെടും ആഭരണങ്ങൾ. ആലോചിച്ച് നോക്കിയേ, നാളെ പരലോകത്ത് നമ്മൾ ചിലപ്പോൾ 2 മില്യണിലുള്ളൂ, 3 മില്യണിലുള്ളൂ, അങ്ങനെയൊക്കെ പറയാം. അള്ളാൻ്റെ അടുത്ത് നമ്മൾ കഴിച്ചിടാവൂല. അള്ളാൻ്റെ അടുത്ത് ഐനുൽ മാലിൽ നിന്ന് തന്നെ പലപ്പോഴും ഇപ്പോഴത്തെ ട്രെൻഡ് എന്താ, ഫുഖഹാക്കൾക്കിടയിൽ പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും ഐനുൽ മാലിൽ നിന്ന് തന്നെ പ്രിയപ്പെട്ടവരെ കൊടുക്കുന്നത് അതിൻ്റെ ഫളില് എന്താ? ഐനുൽ മാൽ എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്വർണ്ണം ഉണ്ടെങ്കിൽ ആ സ്വർണ്ണത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുക. ആ സ്വർണത്തിൽ നിന്ന് തന്നെയാണ് കൊടുക്കുക, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് അതിന് ചെലവഴിച്ചിട്ട് കൊടുക്കുക. നമ്മളിത് ഇങ്ങനെ കൊടുക്കുന്നുണ്ടാവും, അത് വേറെ ഇങ്ങനെ ചെലവഴിക്കപ്പെടുന്നുണ്ടാവും. ആ രീതിയല്ല ഉത്തമം എന്ന ബോധ്യം കൂടി നമുക്കുണ്ടാകണം. 600 കിൻഡലിൻ്റെ അടുത്ത് അല്ലേ പ്രിയപ്പെട്ടവരെ, ആ രൂപത്തിലെ ഭൂമിയിൽ നിന്ന് വിളവെടുക്കുന്ന കാര്യങ്ങളും സമ്പത്തും നമ്മുടെ അരികിലുണ്ടോ? അതിൻ്റെയും സക്കാത്ത് നമ്മൾ പ്രിയപ്പെട്ടവരെ കൃത്യമായി കൊടുക്കേണ്ടതുണ്ട്. 6 കിൻഡലിൻ്റെ അടുത്ത് വിളവെടുപ്പുമായി ബന്ധപ്പെട്ട വസ്തുക്കൾ, നെല്ലാകട്ടെ മറ്റു വസ്തുക്കളാകട്ടെ, നമ്മുടെ അരികിലുണ്ടോ? അതിന് സക്കാത്ത് കൊടുക്കണം, അതപ്പോൾ തന്നെ കൊടുക്കണം. അതൊരു ഹൗല് കണക്കാക്കരുത്, അതൊരു വർഷം കഴിയട്ടെ, അത് പറ്റൂല. അതിനപ്പം തന്നെ കൊടുക്കണം. എങ്ങനെ കൊടുക്കേണ്ടത്? അതിൻ്റെ 5% എങ്ങനെയാണെങ്കിൽ നമ്മൾ നട്ട് വളർത്തി വെള്ളം നനച്ച് പണിക്കാരൊക്കെ വെച്ച് ഉണ്ടാക്കിയതാണെങ്കിൽ 5%. ഇനി നല്ല മഴ പെയ്തിട്ട് അല്ലേ, നെല്ലാണ് പാകിയ സമയത്ത് നാറൊക്കെ കുറച്ച് വലുതായി നല്ല മഴ പെയ്തു, അവിടെ വലിയ പണിയൊന്നും നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ എന്ത് ചെയ്യണം? 10% കൊടുക്കണം. എന്നാൽ തന്നെ ഒന്ന് കണക്കൂട്ടിയൊക്കെ ഒരു 6 കിൻഡലിൻ്റെ 10%. അല്ല അത്രേ പറഞ്ഞുള്ളൂ. ഇതിൻ്റെ നിസാരത ബോധ്യപ്പെടും. 1 ലക്ഷം ഉണ്ടെങ്കിൽ എത്ര കൊടുത്താൽ നമ്മൾ? 2500 രൂപ കൊടുത്തായി. 2500 രൂപ എന്നുള്ളത് ഒരു ഷർട്ടും പാൻറ്റും എടുക്കുന്ന പൈസ അല്ല പറഞ്ഞിട്ടുള്ളൂ. 1 ലക്ഷത്തിന് 2500. അതിൻ്റെ പേരിൽ കിട്ടുന്ന എന്താ? സ്വർഗ. അത് കൊടുക്കാതിരിക്കുമ്പോൾ കിട്ടുന്ന എന്താ? നരകാണ്. ഇതാണ് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അധ്യാപനങ്ങൾ. ഇതാണ് പ്രിയപ്പെട്ടവരെ അള്ളാഹുവിൻ്റെ ദീനെ പഠിപ്പിച്ച് നൽകിയത്. ഇസ്ലാമിൻ്റെ സക്കാത്തുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പഠിച്ചാൽ മതി. 40 ആട് മുതൽ 120 ആട് വരെ ഉണ്ടെങ്കിൽ ഒറ്റ ആടിനെ കൊടുത്താൽ പോരെ? 39 ആണി കൊടുക്കണ്ടാന്ന്. 39 ആണി കൊടുക്കണ്ട. 40 മുതൽ 120 വരെ ആടുകൾ ഒരാളെടുത്തുണ്ട്, ഒറ്റ ആടിനെ കൊടുത്താൽ മതി. ഇതല്ല നമ്മളെ ഇടങ്ങാറാക്കിയിട്ടൊന്നുമില്ല, അല്ല നമ്മളെ ബുദ്ധിമുട്ടിച്ചിട്ടൊന്നുമില്ല. എത്ര സിമ്പിളാണ്. 30 മുതൽ 39 ആടോ മാടോ ആ രൂപത്തിൽ മറ്റുള്ള മാടുകളൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ എത്ര കൊടുത്താൽ മതി? ഒരു പശുക്കൾ നമ്മളെ വീട്ടിലുണ്ട്, ഇത്ര ഒറ്റ പശുക്കുട്ടിനെ കൊടുത്താൽ മതി. ഇത്രയേ ഉള്ളൂ അല്ലാഹു സുബ്ഹാനഹു വ തആല എന്ത് ചെയ്തിട്ടുള്ളത്? നമ്മുടെ ആവശ്യം. ഈ രംഗത്ത് നമ്മളൊരു വീഴ്ച വരുത്തുന്ന ഒരവസ്ഥയോ സാഹചര്യമോ പ്രിയപ്പെട്ടവരെ നമുക്കുണ്ടാകാൻ പാടില്ല. ആ സക്കാത്തിൻ്റെ വിഷയം കൃത്യമായിട്ടുള്ള ഒരു ഇടപെടൽ നമുക്കുണ്ടാകണം. ആ സക്കാത്ത് കൊടുക്കേണ്ടത് പരമാവധിക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമയുടെ ബൈത്തുൽ മാലിലേക്കാണ് അല്ലേ എല്ലാവരുടെയും സമ്പത്ത് ഒരുമിച്ച് കൂട്ടിയിരുന്നത്. നമുക്ക് ഒറ്റയ്ക്ക് കൊടുക്കാം, കുഴപ്പമൊന്നുമില്ല, കൊടുത്തു വെച്ചൊരു കുഴപ്പമൊന്നുമില്ല. എന്നാലും അതൊരു സംഘടിതമായി കൊടുക്കുമ്പോൾ അവിടെ ഒരുപാട് ഖൈറുണ്ടാവും. അത് കൊടുക്കുന്നവരും അതിൻ്റെ കൈകാര്യകർത്താക്കളും അതീവ ശ്രദ്ധ ഉണ്ടാവണം. എൻ്റെ കുടുംബക്കാരുണ്ട്, അങ്ങനെയില്ല. അതിൻ്റെ ഹക്കുള്ളവർ, അതിൻ്റെ ബാധ്യതയുള്ളവർ, ആ ഏൽപ്പിക്കപ്പെട്ടവരുടെ മേൽ ഭയങ്കര വലിയ ഉത്തരവാദിത്വമുണ്ട്. പടച്ച റബ്ബിൻ്റെ മുന്നിൽ എണ്ണി മറുപടി പറയേണ്ടി വരും. ആ രൂപത്തിൽ എന്ത് ചെയ്യണം? അതുകൊണ്ടാണ് കൈകാര്യകർത്താക്കൾ പോലും അതിൻ്റെ ഒരു വിഹിതമുണ്ട് എന്ന് പറഞ്ഞത്. വെറുതെ പറഞ്ഞതല്ലത്, അത്രയും ഗൗരവ അത് കൈകാര്യം ചെയ്യുന്നവർ. അതുകൊണ്ട് നമ്മൾ മേടിക്കാൻ അർഹരാണെങ്കിൽ നമ്മൾ നല്ലോണം ചിന്തിക്കണം. ഞാനതിന് അർഹരാണോ? എങ്കിൽ മാത്രം മേടിച്ചാൽ മതി. ഞാൻ സക്കാത്ത് മേടിക്കാൻ ഇപ്പോൾ എല്ലാ ഫിത്തറിൻ്റെ അരികളാവട്ടെ, റംസാനുമായി ബന്ധപ്പെട്ട കിറ്റുകളാവട്ടെ സജീവമായിട്ട് എല്ലാ നാട്ടിലുണ്ട്. ഞാനതിന് അർഹനാണെങ്കിൽ മാത്രം മേടിക്കുക. ഇല്ലെങ്കിൽ സ്നേഹത്തോടെ പറയാം, അൽഹംദുലില്ലാ എൻ്റെ വീട്ടിലുണ്ട് കേട്ടോ, അത് മറ്റാർക്കെങ്കിലും ഉപകാരപ്പെടട്ടെ. അതാണ് സ്വഹാബത്തിൻ്റെ രീതി പ്രിയപ്പെട്ടവരെ. കിട്ടണതൊക്കെ മേടിച്ച് വെക്കുക, കിട്ടണതൊക്കെ മേടിക്കുക എന്നുള്ള ഒരു ചിന്താഗതിയുള്ള ഒരു മെൻറ്റാലിറ്റിയുള്ള ആളുകളായി നമ്മുടെ ഹക്കുകളല്ല പറഞ്ഞത്. നമ്മൾ ജോലി എടുത്തു, ആ ജോലി എടുത്തതിൻ്റെ പൈസ അല്ല പറയുന്നത്.
അതല്ലാത്ത നമുക്കൊരു ഹദിയയായിട്ട് തരുന്ന, അതല്ല നമുക്ക് നമ്മുടെ അവസ്ഥയും നമ്മുടെ സാമ്പത്തിക ശേഷിയുടെ കുറവൊക്കെ കാരണം മറ്റുള്ളവർ തരുന്ന നമുക്കുണ്ടോ എന്നുള്ളത് നമുക്കേ കൃത്യമായിട്ട് അറിയുള്ളൂ. അതിനനുസരിച്ച് ആ വിഷയങ്ങളിലൊക്കെ നല്ലൊരു ശ്രദ്ധ ഉണ്ടാവണം. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞതിനും കേട്ടതിനും ഒക്കെ ഉപരി ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനുള്ള തൗഫീക്ക് റഹ്മാനായ റബ്ബ് നമുക്ക് ഏവർക്കും നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. അൽഹംദുലില്ലാഹ് അസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. അല്ലാഹുമ്മ റബ്ബി ഇശ്റഹ് ലി സ്വദ്രി വയസ്സിർ ലി അംരി വഹ്ലുൽ ഉഖ്ദതം മിൻ ലിസാനി യഫ്ഖഹു ഖൗലി. യാ അയ്യുഹന്നാസ് ഉസിക്കും ഇയ്യായ സാനിയം ബിത്തഖ്വല്ലാഹ്. ഉടമസ്ഥനായ റബ്ബുൽ ഇസ്സത്ത് അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ നിയമനിർദ്ദേശങ്ങൾ, വിധിവിലക്കുകൾ ജീവിതത്തിൻ്റെ നിഖില മേഖലയിലും പാലിച്ച് ജീവിതം ധന്യമാക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ തന്നെ ഓർമ്മപ്പെടുത്തുകയാണ്, വസിയ്യത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിൽ തൗഫീഖ് നൽകുന്ന അടിമക്കളിൽ എന്നെയും നിങ്ങളെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ഈമാൻ എന്നുള്ളത് വസ്ത്രം നുരുമ്പിച്ചു പോകുന്നത് പോലെ നുരുമ്പിച്ചു പോകുമെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ചത്. എന്നിട്ട് അള്ളാഹിൻ്റെ റസൂല് പറഞ്ഞത് ഫസ്അലുല്ലാഹ യുജദ്ദിദൽ ഈമാന, നിങ്ങൾ ഈമാൻ പുതുക്കി തരാൻ വേണ്ടി റബ്ബിനോട് പ്രാർത്ഥിച്ചോന്ന. പാത്രത്തിലെ വെള്ളം വെട്ടിത്തിളക്കുന്നത് പോലെ നിങ്ങളുടെ ഖൽബ്, നിങ്ങളുടെ ഹൃദയം മാറി മറിയുമെന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ. റസൂലുള്ളാഹി പോലും ധാരാളം പ്രാർത്ഥിച്ചിരുന്ന പ്രാർത്ഥന അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. ഹൃദയങ്ങളെ മാറ്റിമറിക്കുന്ന നാഥ, എൻ്റെ ഹൃദയത്തെ ദീനിൽ അടിയുറപ്പിച്ച് നിർത്തണേ. റമളാനിൻ്റെ വിധിലിലുണ്ടാവുന്ന ദിവസങ്ങൾ പ്രിയപ്പെട്ടവരെ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോകുമ്പോൾ തുടക്കത്തിൽ ആവേശം ഒടുക്കം വരെയും ഉണ്ടാകാൻ ആത്മാർത്ഥമായ പ്രാർത്ഥന ഉണ്ടാകണം. തുടങ്ങി വെക്കുന്നതിലല്ല ഖൈറ് അല്ലേ? ഇന്നമൽ അഅ്മാലു ബിഖവാതിമിഹാ. ഏതൊരു വ്യക്തിയുടെയും ഏതൊരു പ്രവർത്തനത്തിൻ്റെയും അതിൻ്റെ പര്യവസാനം ഉണ്ടല്ലോ, അതിൻ്റെ അവസാനം ഉണ്ടല്ലോ, അതെല്ലാം മാനദണ്ഡമാക്കും പ്രിയപ്പെട്ടവർ. അതുകൊണ്ട് തുടക്കത്തിൽ എല്ലാ ആവേശവും ഒടുക്കത്തിലുണ്ടാവണം. ആ രൂപത്തിൽ നമ്മൾ കൃത്യമായി പ്ലാനിങ്ങോടുകൂടി ആത്മാർത്ഥമായ പ്രാർത്ഥനകളോടുകൂടി ഈ ദിനങ്ങളെ മുന്നോട്ട് കൊണ്ടുപോകാൻ ശ്രമിക്കുക. അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അള്ളാഹുവെ, രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുന്ന ഒട്ടനവധി ആളുകൾ ഞങ്ങളുടെ ഒക്കെ കൂട്ടത്തിലുണ്ട്. ശിഫ നൽകണേ അള്ളാഹുവെ. ഏറെ പ്രായാധിക്യം കാരണത്താൽ പ്രയാസപ്പെടുന്ന ഒട്ടനവധി ഉമ്മമാർ അള്ളാഹുവെ, അവർക്ക് ആരോഗ്യം നൽകണേ അള്ളാഹുവെ. ഇബാദത്തുകൾ ചെയ്യാനുള്ള തൗഫീഖ് റബ്ബേ അവർക്കൊക്കെ നൽകണേ സാമ്പത്തിക പ്രയാസങ്ങളിൽ ബുദ്ധിമുട്ടുന്ന വ്യക്തികൾക്ക് അല്ലാഹുവേ വിശാലത കൊടുക്കണേ അവരുടെ സാമ്പത്തിക വ്യവസ്ഥയിൽ. അല്ലാഹുവേ, ഞങ്ങൾക്ക് ദീൻ പഠിക്കാനും അത് ജീവിതത്തിൽ പ്രാവർത്തികമാക്കാനും അത് മറ്റുള്ളവർക്ക് ഇഖ്ലാസോടുകൂടി പറഞ്ഞു കൊടുക്കാനുമുള്ള തൗഫീഖ് നൽകി അനുഗ്രഹിക്കണേ അല്ലാഹുവേ. മുസ്ലിം ഉമ്മത്തിനെ എല്ലാവിധ ശർറുകളിൽ നിന്നും കാത്തിരക്ഷിക്കണേ അല്ലാഹുവേ. ഹിദായത്തിൻ്റെ മാർഗത്തിലൂടെ സഞ്ചരിക്കാനും ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമത്ത് തൗഹീദ് ഉച്ചരിച്ച് മുഅ്മിനായി മുസ്ലിമായി മരിക്കാനുമുള്ള തൗഫീഖ് റബ്ബേ ഞങ്ങൾക്ക് ഏവർക്കും പ്രദാനം ചെയ്യണേ അല്ലാഹുവേ. ഞങ്ങളുടെ നമസ്കാരങ്ങൾ, ഞങ്ങളുടെ നോമ്പുകൾ, ഞങ്ങളുടെ സക്കാത്തുകൾ, സദഖകൾ അല്ലാഹുവേ സ്വീകരിക്കണേ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് വൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവതി വ യാ ഖാദിയൽ ഹജാത്ത്. اللهم اعتقنا من النار، اللهم ادخلنا الجنة يا رب العالمين. ربنا تقبل منا صيامنا وقيامنا وصدقاتنا، ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين آمين برحمتك يا أرحم الراحمين.